ഹേ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. സോ ഒട്ടും സംസാരിച്ച് സമയം കളയുന്നില്ല, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഗേൾസ് എല്ലാം എവിടെയെങ്കിലും പോകാൻ നേരത്ത് ജസ്റ്റ് ചെയ്യുന്ന മിനിമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ലാതെ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഒരിടത്ത് പോകാൻ റെഡി ആവുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ മറ്റേ ഫോണിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ ഫോണിൽ തന്നെ കേട്ടോ. അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് ഇഷ്യൂ കാണും. സോ പ്ലീസ് ഇഗ്നോർ ഇറ്റ്, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇപ്പം നല്ല വെയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലുണ്ട്. ഉള്ള വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഇടാതെ പോവല്ലേ. ഞാൻ സൺസ്ക്രീൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ട് ഇറ്റ്സ് ഓക്കെ. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്സിഡൈസ് ആവും. അതിനുശേഷം ഞാനിവിടെ എൻ്റെ സിസ്റ്റർ കൊണ്ട് തന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റാണ്. സ്മോക്കി ഐ ഒക്കെ ചെയ്യാൻ അത് ഭയങ്കര രസമാണ്. അതിൽ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ പെൻസിലിൻ്റെ സ്പൂളിയിൽ കുറച്ചെടുത്തിട്ട് ഐബ്രോ സെറ്റ് ചെയ്യാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഒരു കോമ്പാക്ട് പൗഡർ എടുക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൽക്കൺ പൗഡർ യൂസ് ചെയ്യാം. അതൊന്ന് ബ്രഷിലെടുത്ത് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് പുറത്ത് പോയി കഴിയുമ്പം വിയർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലേ. അവരെപ്പോഴും ചെയ്യേണ്ടത് ഒരു കോമ്പാക്ട് പൗഡറോ അതല്ലെങ്കിൽ ടാൽക്കൺ പൗഡറോ ഇനി ഒരു ഫിക്സിങ് പൗഡറോ ലൈക്ക് എന്തെങ്കിലും ഒരു റോസ് പൗഡറെങ്കിലും വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോ, മീൻസ് ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിയർക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവത്തില്ല. ചിലർക്ക് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നോർമലി വിയർക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്വെറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങൾ ചൂസ് ചെയ്ത സൺസ്ക്രീൻ ചിലപ്പോൾ റൈറ്റ് ആയിരിക്കത്തില്ല. എന്നാലും അത്രയും വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് നമുക്കത് കളയാനുള്ളൊരു മനസ്സ് കാണത്തില്ലല്ലോ. അപ്പോൾ ലൈക്ക് അത് കയ്യിലൊക്കെ ഉപയോഗിച്ചിട്ട് വേറെണ്ണം വാങ്ങുന്നതും ബെറ്റർ ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ബ്രിക്ക് ഷെയ്ഡ് പോലെ ഒരു കൈൻഡ് ഓഫ് റെഡ് ഷെയ്ഡാണ്. അതൊന്ന് വിരലിലെടുത്തിട്ടാണ് കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് പാട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കല്ലേ കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ ആ ഒരു ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ബ്രഷ് ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ചിലർക്ക് കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഈസിലി പറ്റും. ചിലർക്ക് ബ്രഷ് ആയിരിക്കും കംഫോർട്ടബിൾ. അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ബ്ലഷും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറേ ഐലൈനേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ. ഏതെങ്കിലും എവിടെയെങ്കിലും പോകാൻ എടുക്കുമ്പോൾ ഏത് എഴുതും എന്നുള്ള കാര്യം. ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐ ലൈനറാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ആണ്. അഫോർഡബിൾ ആണ്, പക്ഷേ സൂപ്പർ ലോങ് ലാസ്റ്റിംഗ്. നമുക്ക് വിങ് ലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ എൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എൻ്റെ കണ്ണ് ഈ സൈഡിൽ നിന്ന് നോക്കിയാലും അറിയാം കുറച്ച് വിടർന്ന കണ്ണ്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് തിന്നായിട്ടുള്ള ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് ഭയങ്കര എന്താ പറയുക ചത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെ എന്തോ ഒരു ഉറക്കം വന്നിരിക്കുന്ന പോലെ തോന്നും. എനിക്ക് സ്യൂട്ട് ആവത്തില്ല. ചിലർക്ക് തിന്നായിട്ട് എഴുതുന്നതായിരിക്കും ഇഷ്ടം. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ കണ്ണ് കുറച്ച് തിക്കായിട്ട് വാലിട്ട് എഴുതുന്നതേ ഉള്ളൂ. ആൻഡ് അതെ, ഇതും കുറച്ച് എന്താ പറയുക, അത് തന്നെ ഐലൈനേഴ്സാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു കാജൽ എടുത്തിട്ട് എൻ്റെ വാട്ടർ ലൈനിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു നടുക്ക് വന്നിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങ് അറ്റം വരെ കോർണർ സൈഡ് വരെ കൊണ്ടുപോകുന്നില്ല. ലൈക്ക് നമുക്കപ്പോൾ കുറച്ച് കണ്ണ് കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ലൈൻ എഴുതാതിരുന്നു കഴിഞ്ഞാൽ കണ്ണ് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഐലൈനർ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം. ചെറിയ കണ്ണുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ലൈനിൽ വൈറ്റ് കളറ് കാജൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നും. അതല്ലേ സ്കിന്നിൻ്റെ കളറുണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. സോ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്തത്. ബ്ലാക്ക് കൈൻഡ് ഓഫ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി റെഡ് ഷെയ്ഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ദ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ് ഇടുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണോ. പക്ഷെ ചിലർക്ക് അങ്ങനെ വലിയ കമ്മലൊന്നും ഇഷ്ടമാവണം എന്നില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ ഇടണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ കമ്മലിടും അങ്ങനെയൊന്നുമല്ല. ഞാൻ റെഡി ആവുന്നത് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ കമ്മൽ വന്നിട്ട് എനിക്കെൻ്റെ തീം ഭയങ്കര ഇഷ്ടമാണ്. ഒരു രാജ്ഞിയെ ഇങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന ഒരു സീൻ. താഴെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു ജുംക്കയുടെ നോർമൽ നമ്മൾ കാണാറില്ലേ, ജുംക്ക എന്ന് പറയുമ്പോൾ എൻ്റെ താഴെ കാണുന്ന ആ ഒരു കുടം പോലത്തെ അത്. പക്ഷെ രസമുണ്ട് കാണാൻ. ഒട്ടും വെയിറ്റ് ഒന്നും അധികം ഇല്ല കേട്ടോ. നന്നായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഈ കമ്മൽ.
എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ കുറച്ച് ഓക്സിഡൈസ് ആയിട്ടുള്ള ജ്വല്ലറീസ് പെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കഴുത്തേൽ ഞാൻ മാറ്റാഞ്ഞത് എപ്പോഴും നമ്മളിപ്പം ഗോൾഡൊക്കെയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഊരി എടുത്തത് നശിച്ചു പോകണ്ട, അതിൻ്റെ കൊളുത്തൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടാ അത് ഊരാത്തത്. അപ്പം നിങ്ങൾ നമ്മളെന്തായാലും ഷോൾ ഇടുമല്ലോ, അപ്പോൾ അത് കവറപ്പ് ആയിക്കോളും. സോ ഫൈനലി ഞാനിവിടെ കുറച്ച് മെസ്സി ആയിട്ടുള്ളൊരു ലോ ഹെയർ ബണ്ണാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം എൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു ദുപ്പട്ട വന്നിട്ട് എൻ്റെ ലിപ്സ്റ്റിക്കും സെയിം ഷെയ്ഡായിരുന്നു. വിച്ച് ഇസ് എന്താ രണ്ടും കൂടെ മേജ് ആയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു കോഫി ഷെയ്ഡും ഇതും കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ബ്ലാക്ക് ദുപ്പട്ട തന്നെ പെയർ ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഷെയ്ഡ് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുൾ ലുക്ക് കണ്ടു നോക്കണേ.